യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം പുറപ്പാട് 36 മുതൽ 38 വരെയുള്ള അധ്യായങ്ങളാണ്. പുറപ്പാട് 36 അധ്യായത്തിൽ ദൈവാലയം, അതായത് സമാഗമന കൂടാരം നിർമ്മാണം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നു. ബസലേൽ, ഒഹോലിയാബ് എന്നിവരും മറ്റ് പ്രാവീണ്യമുള്ളവരും പ്രവർത്തനം ആരംഭിക്കുന്നു. ജനങ്ങൾ സന്നദ്ധ ഹൃദയത്തോടെ തങ്ങളുടെ വഴിപാടുകൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആവശ്യത്തിലും കൂടുതലായി വസ്തുക്കൾ ലഭിക്കുന്നു. ഒടുവിൽ മോശ ജനങ്ങളോട് ഇനി കൊണ്ടുവരേണ്ടതില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് തിരശ്ശീലകൾ, മറകൾ, ഫ്രെയിമുകൾ എന്നിവ നിർമ്മിക്കുന്നു. എല്ലാം ദൈവം കാണിച്ച മാതൃക പ്രകാരം മാത്രം. ഇവിടെ പരിവർത്തിത ഹൃദയത്തിൻ്റെ തെളിവ് കാണുന്നു. ഒരിക്കൽ വിഗ്രഹത്തിനായി നൽകിയ സമ്പത്ത് ഇപ്പോൾ ദൈവത്തിനായി സമർപ്പിക്കുന്നു. ദൈവം കാണിച്ച മാതൃക പ്രകാരം പ്രവർത്തിക്കുന്നത് അനുസരണത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു. ദൈവം കഴിവുകളെ ഉപയോഗിക്കുന്നു. ആത്മീയതയും പ്രാവീണ്യവും തമ്മിൽ വിരുദ്ധമല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളികളാകുമ്പോൾ ആവശ്യങ്ങൾക്കും അപ്പുറം അനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ സമർപ്പണം സന്തോഷത്തോടെയാണോ? ദൈവത്തിൻ്റെ പ്രവർത്തനം നാം ഉന്നത നിലവാരത്തിലാണോ ചെയ്യുന്നത്? സമൃദ്ധി ഉണ്ടായാലും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നുണ്ടോ? ദൈവത്തോടൊപ്പം നടന്നാൽ ആവശ്യങ്ങൾ നിറവേറും. പുറപ്പാട് 37 അധ്യായത്തിൽ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണം വിവരിക്കുന്നു. ഇത് വെറും നിർമ്മാണ വിവരണം മാത്രമല്ല, ഓരോ ഉപകരണവും ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുകയും യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നിയമപെട്ടകം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. അതിനകത്ത് ന്യായപ്രമാണവും മുകളിൽ കൃപാസനവും ഉണ്ടായിരുന്നു. പ്രായശ്ചിത്ത ദിവസത്തിൽ അതിന്മേൽ രക്തം തളിക്കപ്പെട്ടു. ആത്മീയമായി ഇത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. മരം അവിടുത്തെ മനുഷ്യ സ്വഭാവത്തെയും പൊന്ന് ദൈവികതയെയും കാണിക്കുന്നു. കൃപാസനം ദൈവത്തിൻ്റെ കരുണ പാപത്തെ മൂടുന്നു എന്ന സത്യത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം വിശുദ്ധനാണെന്നും അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് ലാഘവത്തോടെ സമീപിക്കാനാവില്ലെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവത്തെങ്കിലേക്കുള്ള വഴി തുറക്കപ്പെട്ടു. കാഴ്ചയപ്പത്തിൻ്റെ മേശ, 12 അപ്പങ്ങൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കൂട്ടായ്മയെയും പരിപാലനത്തെയും സൂചിപ്പിക്കുന്നു. ഇത് ആത്മീയമായി ജീവൻ്റെ അപ്പമായ യേശുവിനെ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ സുഖങ്ങളും സമ്പത്തും ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ആത്മാവ് ശൂന്യമായിരിക്കാം. ക്രിസ്തുവിനാൽ മാത്രമേ ആ ആത്മീയ വിശപ്പ് നിറയൂ. ഇത് ദൈവത്തിൽ ദിനംപ്രതി ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പഠിപ്പിക്കുന്നു. തങ്കനിലവിളക്ക് വിശുദ്ധ സ്ഥലത്തിന് വെളിച്ചം നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ സത്യത്തെയും വഴികാട്ടലിനെയും സൂചിപ്പിക്കുന്നു. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന സത്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ സഭയും വിശ്വാസികളും ഇരുട്ടിൽ വെളിച്ചമായി പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ധൂപപീഠം, ധൂപത്തിൻ്റെ സുഗന്ധം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. ഇത് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പ്രതീകമാണ്. യഥാർത്ഥ ആരാധന വെറും വികാരപ്രകടനമല്ല, വിശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണമാണ്. പ്രാർത്ഥനയില്ലാത്ത ആത്മീയ ജീവിതം ദുർബലമാകുന്നു എന്ന സത്യം ഇതിലൂടെ നമുക്ക് കാണാം. പുറപ്പാട് 38 അധ്യായം പ്രധാനമായും പ്രാകാരത്തെയും യാഗപീഠത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. താമ്രയാഗപീഠം, ഇവിടെ പാപയാഗങ്ങൾ അർപ്പിക്കപ്പെട്ടു. ഇത് നേരിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സൂചിപ്പിക്കുന്നു. പാപം അവഗണിക്കപ്പെടുന്നതല്ല, അതിന് പ്രായശ്ചിത്തം ആവശ്യമാണ്. നിരപരാധി കുറ്റക്കാരന് പകരം മരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മുൻകുറി. ദൈവകൃപ നമുക്ക് സൗജന്യമാണെങ്കിലും ക്രിസ്തുവിന് അതിൻ്റെ വില അത്യന്തം വലുതായിരുന്നു. താമ്രത്തൊട്ടി പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഇവിടെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടു. ഇത് ആത്മീയ ശുദ്ധീകരണത്തെയും വിശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. ദൈവം പാപം ക്ഷമിക്കുന്നതിൽ മാത്രം നിൽക്കുന്നില്ല, മനുഷ്യനെ മാറ്റുകയും ചെയ്യുന്നു. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്നതാണ് ഇതിൻ്റെ സന്ദേശം. ഒരേ ഒരു പ്രവേശനവാതിലാണ് സമാഗമന കൂടാരത്തിന് ഉണ്ടായിരുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ ഒരേ ഒരു വാതിൽ നമ്മെ കാണിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള ഏകമാർഗമായി യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. മനുഷ്യശ്രമം കൊണ്ടും മതാചാരങ്ങളാലും അല്ല, ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കൂ. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന പൗലോസിൻ്റെ വാചകം അന്വർത്ഥം. പുറപ്പാട് 37, 38 അധ്യായങ്ങൾ ദൈവസന്നിധിയിലേക്കുള്ള ഒരു ആത്മീയ യാത്രയെ കാണിക്കുന്നു. യാഗപീഠം രക്ഷയെയും, താമ്രത്തൊട്ടി ശുദ്ധീകരണത്തെയും, നിലവിളക്ക് ദൈവ വെളിച്ചത്തെയും, അപ്പത്തിൻ്റെ മേശ കൂട്ടായ്മയെയും, ധൂപപീഠം നമ്മുടെ പ്രാർത്ഥനയെയും, നിയമപ്പെട്ടകം ദൈവ സാന്നിധ്യത്തെയും,
ഇവയെല്ലാം യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. സമാഗമന കൂടാരം ഒരു മരുഭൂമിയിലെ കൂടാരം മാത്രമല്ല, സുവിശേഷത്തിൻ്റെ പ്രവാചക ചിത്രമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുകയാണോ, അല്ലെങ്കിൽ വെറും മതാചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നുവോ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധിയെയും വെളിച്ചത്തെയും പ്രതിഫലിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.